സ്കൂട്ടർ ബസ്സിന് അകത്താണ്. ഇതാണ് ഈ ആക്സിഡന്റിൽ മരിച്ച രണ്ടുപേരെയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ബസ്സിന്റെ മുകളിൽ ഇങ്ങനെ ചേർന്ന് പറ്റിയിരുന്നു പോയ ചെറുക്കൻ. പക്ഷെ ഞാനിപ്പോ കാണിച്ച ചിത്രത്തിൽ ആ ഫോട്ടോ എടുക്കുമ്പോ ആ ചെറുക്കന് ജീവനുണ്ട്. അവൻ മരിച്ചത് 11 മണിക്കാണ്. പെൺകുട്ടി തല തകർന്ന് തൽക്ഷണം മരിച്ചുപോയി. ഈ ആക്സിഡന്റ് 9:20 സംഭവിക്കുന്നു. 9:20 9:20 ആക്സിഡന്റ് സംഭവിക്കുമ്പോ ഇതാരാന്നറിയില്ല. ചെറുക്കന് അവർക്ക് മനസ്സിലായി ബേപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആക്സിഡന്റ്. നിങ്ങൾക്ക് ഇതിൽ കാണാം, ബേപ്പൂര് വടക്കേ കണ്ണഞ്ചേരി പറമ്പിൽ കാണാം, ബേപ്പൂരാണ്. ഈ ആക്സിഡന്റ് കഴിഞ്ഞപ്പോ ബേപ്പൂരിലെ പത്രത്തിൽ ആദ്യം വന്ന ന്യൂസ്, ബേപ്പൂർ ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ പത്രത്തില് 10 മണിയായപ്പം വന്ന ന്യൂസ് ഇങ്ങനെയാണ്: കോഴിക്കോട് ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പെൺകുട്ടി അടക്കം 2 വിദ്യാർത്ഥികൾ തൽക്ഷണം മരിച്ചു. പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവൾ തിരിച്ചറിഞ്ഞിട്ടില്ല, ആരാ അറിയില്ല. ചെറുക്കനെ തിരിച്ചറിഞ്ഞു, അവൻ്റെതാണ് സ്കൂട്ടർ. പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞില്ല. റൈറ്റ്. 11 മണിയായപ്പോ 1 മണിക്കൂർ കഴിഞ്ഞപ്പോ പത്രം, ഈ ബേപ്പൂർ ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ പത്രം, അത് 1 മണിക്കൂർ കൂടുമ്പം ന്യൂസ് അപ്ഡേറ്റ് ചെയ്യും. എവറി അവേഴ്സ് അത് അപ്ഡേറ്റ് ചെയ്യും. 1 അവർ കഴിഞ്ഞപ്പോ ബേപ്പൂർ ന്യൂസിൽ വന്ന ന്യൂസ് അപ്ഡേറ്റഡ് ആയിരുന്നു. ആ ന്യൂസ് ഇങ്ങനെയാണ്, ആ ന്യൂസിലില്ല. ആ ന്യൂസ് ഇങ്ങനെയാണ്: പെൺകുട്ടി മരിച്ചത് അവളുടെ ഈ ചെറുക്കന്റെ പ്രതിശ്രുത വധുവാണ് എന്നാണ്. പിന്നെ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയാണെന്നാ. ഈ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞില്ല, ആരാന്നറിയില്ല. ബസ്സിനടിയിലേക്ക് ചിതറിത്തെറിച്ചു പോയ ബാഗ് പോലീസുകാര് എടുത്തുകൊണ്ടുവന്നപ്പോ ഈ പെൺകുട്ടിയുടെ, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ ബസ്സിന്റെ പാസ് കിട്ടി. ആ പാസിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞത്. ആ പെൺകുട്ടിന്റെ നേരത്തെ ഞാൻ കാണിച്ചെന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ആ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെയും കാണാം. ഈ ഫോട്ടോ നിർത്തിട്ടാണ് അവിടെ കൊടുത്തത്. നൂറുൽ ഹാദി, കോഴിക്കോട് മാത്തോട്ടം വെള്ളിമാടുകുന്ന്, മാത്തോട്ടത്ത് നിന്നും വെള്ളിമാടുകുന്ന് വരെയാണ് ഈ കുട്ടി യാത്ര ചെയ്യേണ്ടത്. കോഴിക്കോട് JDTയിലാണ് കുട്ടി പഠിക്കുന്നത്. അവക്ക് 18 വയസ്സാണ്. പാസ് എടുക്കുമ്പോ ഇപ്പൊ അവക്ക് 20ാമത്തെ വയസ്സാണ്. 2 വർഷമായി കോളേജിൽ പഠിക്കുന്നു. കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ്. JDTയിലെ ഡിഗ്രി BA എക്കണോമിക്സിന് പഠിക്കുകയാണ്. പ്രിൻസിപ്പാളുടെ ഒപ്പ്, അവളുടെ ഒപ്പ്, അഡ്രസ്, എവ്രിതിങ് ഇതിൽ കാണാം. ഈ അഡ്രസ്സും വെച്ചിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്തത് ഈ സാധനം തിരിച്ചറിഞ്ഞത്. അങ്ങനെ കുട്ടിയെ തിരിച്ചറിഞ്ഞ് റെഡിയാക്കി. ഇതാണ് ബേപ്പൂർ ന്യൂസിൽ 11 മണിക്ക് വന്ന ന്യൂസ്. ആ കുട്ടിയെ തിരിച്ചറിഞ്ഞപ്പോ ബേപ്പൂർ ന്യൂസിലെ 11 മണിയുടെ അപ്ഡേറ്റ് ഇതാണ്: കോഴിക്കോട് ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടം, യുവാവിന് പിന്നാലെ നടുവട്ടം സ്വദേശിനിയായ പ്രതിശ്രുത വധുവും മരിച്ചു എന്നാ. കണ്ടോ, പ്രതിശ്രുത വധു എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ മരിച്ചു എന്ന്. കണ്ടോ. പക്ഷേ ഈ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയൊന്നുമല്ല. 2 കൊല്ലമായിട്ട് പ്രേമിക്കുകയാണ്. വീട്ടുകാര് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇനി നിങ്ങൾ നേരെ അന്ന് പിറ്റേ ദിവസം വന്ന പത്രം, ഞാൻ ആദ്യം കാണിച്ച പത്രത്തിലേക്ക് നമ്മൾ പോവാം. ഇന്നലെ രാവിലെ 9:15 അപകടം. 9:30 മണിക്കാണ് ഈ പെൺകുട്ടിക്ക് കോളേജ്. 8:15 ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവളുടെ വീട്ടിൽ നിന്ന് വെള്ളിമാടുകുന്നിലേക്കുള്ള ദൂരം ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ 1/2 മണിക്കൂറാണ്. 8:15 വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ പെൺകുട്ടിയെ ബസ് സ്റ്റോപ്പിൽ കാത്തുന്നത് ഈ ചെറുക്കനാണ്. 2 വർഷമായിട്ട് ഇവളെ പ്രേമിക്കുന്ന ചെറുക്കൻ, ഒരുമിച്ച് പഠിച്ചതാണ് അവന്. ആ ചെറുക്കനാണ് കാത്തിരുന്നത്. അവന്റെ കൂടെ ബൈക്ക് കയറിയത് ഉമ്മ അറിഞ്ഞില്ല, പാപ്പ അറിഞ്ഞില്ല. ആരും അറിയാതെ ബസ്സിലെ പാസും കൊണ്ട് അവൾ അവന്റെ ബാക്കിലാണ് കയറിയത്. എന്നിട്ട് ഈ പെൺകുട്ടി അവന്റെ കൂടെ ഒക്കെ ചുറ്റിക്കറങ്ങി ബീച്ചിലാ പോയേ. രാവിലെ പുലർച്ചെ ബീച്ചിൽ പോയിടും 8:30 മണിക്ക് ചെക്കന്റെ കൂടെ. ബീച്ചിലെല്ലാം കഴിഞ്ഞ് 9:15 ആയപ്പോഴാണ് ഈ ചെറുക്കൻ അവളോട് പറഞ്ഞത് ഞാൻ കോളേജിൽ എത്തിക്കാമെന്ന്. 15 മിനിറ്റ് കൊണ്ട് JDTയിൽ എത്തണം. 15 മിനിറ്റ് കൊണ്ട് JDTയിൽ എത്തണമെങ്കിൽ അത്യാവശ്യം സ്പീഡിൽ വണ്ടി പോകണം. ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് കയറിയതാണ് ആ ചങ്ങാതി. ബസ്സുകാരനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നേരെ വന്ന് ബസ്സിന്റെ മുകളിൽ അങ്ങ് പറ്റി. തൽക്ഷണം മരിച്ചു. തലച്ചോറ് പൊട്ടിച്ചിതറി ചോരയൊലിച്ച ആ പെൺകുട്ടി മരിക്കുമ്പോ അന്യപുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിറകിലാണ് അവള്. ആ ചെറുക്കൻ ബസ്സിന്റെ മുകളിൽ ഇങ്ങനെ പറ്റി നിൽക്കുമ്പോഴും അവന് ജീവനുണ്ട്.
തുടിപ്പുണ്ട്. 11 മണിക്കാണ് അത് പോയത്. അവസാനത്തെ യാത്രയിൽ അവന്റെ കൂടെ ഉള്ളത് അവിഹിതമായ ഒരു പെണ്ണാണ്. നിങ്ങൾ പറ, രണ്ടുപേരും സ്വർഗത്തിലാവോ നരകത്തിലാവോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉമ്മ ഉണ്ടാക്കി കൊടുത്ത ചോറ് ബസ്സിനടിയിൽ ഇങ്ങനെ ചിതറി കിടക്കണ ഫോട്ടോ കണ്ടെടുത്തുണ്ട്. നിങ്ങൾക്ക് വിഷമം വിചാരിച്ച് കാണിക്കാക്ക. ഇതെല്ലാം കിടക്കണത് ബസ്സിന്റെ അടിയിലാ. സ്കൂട്ടർ ബസ്സിന്റെ അടിയിലേക്ക് കയറിപ്പോയി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മുടെ അവസാനത്തെ യാത്ര ഇങ്ങനെയാകുന്നു? ഈ പെൺകുട്ടിയുടെ ഉപ്പ ഇവരെ എത്ര ആൾക്കാരോട് സമാധാനം പറയണം? ഇവന്റെ പിറകിൽ എന്തിനാ ഈ പെൺകുട്ടി പോയത്? എന്താ പറയാ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഉമ്മ എന്താ പറയാ? ഇവന്റെ പിറകിൽ എന്തിനാ ഈ പെൺകുട്ടി പോയത്? ഉമ്മ എന്താ പറയാ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഉമ്മക്ക് എന്താ പറയാൻ പറ്റുക? പാപ്പ എന്താ പറയാ? ഇനി പത്രം വായിക്കൂ. നമ്മള് കോഴിക്കോട് JDT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിലെ 2ാം വർഷ BA എക്കണോമിക്സ് വിദ്യാർത്ഥിയായ നൂറുൽ ഹാദി പ്രതിശ്രുത വധുവൊക്കെ പോയി സുഹൃത്തിനൊപ്പം സ്കൂട്ടറിൽ ബീച്ച് ഭാഗത്തുനിന്ന് വെള്ളിമാട് കുന്നിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ കൂടെ ഉള്ളതാരാ? സുഹൃത്ത്. ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ബൈക്കുമ്പോ കയറി പോലെ സുഹൃത്ത് ആണോ? എന്താ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കുറെ എണ്ണം ചുണ്ടും ചോപ്പിച്ച് പാന്റ് കുപ്പായിട്ട് അങ്ങനെ നടക്കണ പെൺകുട്ടികൾ. ആൺകുട്ടികൾ കുറെ ഫാഷൻ എന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ ഉപ്പാപ്പന്റെ ചെരുപ്പാ ഫാഷൻ, വിന്റേജ്. ഉപ്പാപ്പന്റെ വാച്ചാ ഫാഷൻ, വിന്റേജ്. പണ്ട് 1980 ഇട്ട പാന്റ്, ഫ്ലീറ്റ് ഉള്ള ലൂസുള്ള പാന്റ്, കൊറിയൻ ബാഗി എന്നാണല്ലോ അതിന്റെ പേര്. അതാ ഫാഷൻ. ഒക്കെ കൂടി ഓനെ കണ്ടാല്, ഒരു ന്യൂ ജെൻ ചെക്കനെ കണ്ടപ്പോ എനിക്ക് എന്റെ ഉപ്പാപ്പൻ ഓർമ്മ വരും. ഓന്റെ ചെരുപ്പ് ഉപ്പാപ്പന്റെതാണ്, ഓന്റെ പാന്റ് ഉപ്പാപ്പന്റെതാണ്. ഇനിയിപ്പോ ഇവലൊക്കെ കൂടി പണ്ട് ഉപ്പാപ്പാര് ചെയ്ത പോലെ പറമ്പിൽ എവിടെങ്കിലും പോയി കാര്യം സാധിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. വിന്റേജ് കക്കൂസ് പറയാൻ പറ്റൂലല്ലോ. എങ്ങട്ടാ പോണത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ. ഞാൻ ചെരുപ്പും പിടി ചെരുപ്പ് അങ്ങ് കയറിയപ്പോണ്ട്. പണ്ട് 1980-ലും 90-ലൊക്കെ പുതിയാപ്പിളാർ ഇറങ്ങുമ്പോടുന്ന ചെരുപ്പുണ്ട്, അതിന്റെ പുതിയ മോഡല്, വെള്ള കളറ്. ഞാൻ ചോദിച്ചു ഇതൊക്കെ പഴയതല്ലേ? അപ്പൊ പീഡിയക്കാരൻ പറയാം ഇതാ ചെക്കന്മാരിടുന്ന വിന്റേജ്. ഞാൻ ആ പീഡിയക്കാരോട് പറഞ്ഞു കഷ്ടം പുതുതലമുറ, പാവങ്ങള്, പൊട്ടന്മാര്. ഇതാണല്ലോ പുതിയ സ്റ്റൈല്. പാന്റ് കുറെ ലൂസ്, എന്നിട്ട് കൈ പൊന്തിച്ച് ബസ്സിലെ കമ്പിമ പിടിച്ച ബാക്കിൽ നിന്ന് ആൾക്കാർ വായിക്കും ചോക്കി. ആൾക്കാർക്ക് അണ്ടർവെയർ കാണിച്ചു കൊടുക്കണമെന്നാണ് പുതിയ സ്റ്റൈല്. പെൺകുട്ടിനെ കുറിച്ച് പറയാതിരിക്കല്ലേ അല്ലേ? ചുണ്ട് ചോപ്പിക്കാതെ ഭംഗില്ല എല്ലോ. ചിന്തിച്ചു നോക്കിയാ എവിടെ നമ്മൾ എത്തിയത്? നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളുടെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കിയാ ഞങ്ങള്. അതിനാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നമ്മളേ ഉള്ളൂ ഈ ഒഴുക്കിനെതിരെ നീന്താൻ. എല്ലാവർക്കും ഉണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, എൻ്റെ അടുത്ത് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവരിക, പ്രേമാണ്. 10 പഠിക്കുന്ന ഒരു പെൺകുട്ടി, പ്രേമം കൊണ്ടുവരിക. ആ 10ൽ പഠിക്കുന്ന പെൺകുട്ടീൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ ബാപ്പ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് തല ഇങ്ങനെ ചൊറിയ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തു പറ്റി? ഇയാള് പിന്നെയും ചൊറിയ ഇങ്ങനെ. ഞാൻ വിചാരിച്ചു പാന്റെ പ്രശ്നം ഉണ്ടായിട്ട് വന്നതാണോ ഇയാള്, പാൻ എങ്ങനെ പോക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? അപ്പൊ അയാൾ പറഞ്ഞു സാറിന്റെ മോള് 10ാം ക്ലാസ്സിലാണ്, തലങ്ങനെ ചൊറിയ. എന്നിട്ട് ഓക്കെ 8 പഠിക്കുമ്പോ ഒരു പ്രേമം. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്ത്? ഞാൻ ഇടപെട്ടു. അപ്പോഴോ അണ്ടറ പൊട്ടിച്ചു കൊടുത്തു. അതാ ഇടപെടുന്നു അല്ലേ? ആ ചെറുക്കനും പോയി കട ഒന്നും കൊടുത്തു മോന്തക്ക്. ഓരോ വീട്ടിൽ പോയി പറഞ്ഞു മാറ്റിങ്ങുന്നുണ്ട്, കയ്യും കഴിയാൻ പറ്റും. പ്രേമം അവിടെ തീർന്നു. അപ്പൊ 8ത്തെ പ്രേമം തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തീർന്നല്ലോ, മനസ്സിലായി, എനിക്ക് പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്നിട്ട് 9 പിന്നെ ഒരു പ്രേമം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തു? ഞാൻ ഇടപെട്ടു. ഇടപെടാൻ മൂപ്പർക്ക് അറിയാലോ. അതും കോളായി, അവൻ പോയി. ഇപ്പൊ കുട്ടി എത്രല്ല പഠിക്കുന്നത്? 10ല്. അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പോഴെന്താ സ്ഥിതി? അപ്പോൾ അപ്പൊ പിന്നെ തല പറയാൻ തുടങ്ങി. അതാണ് ഞാൻ പ്രശ്നം നിങ്ങളെടുത്ത് വന്നത്. എന്തത് എനിക്ക് എവിടെ തെറ്റുപറ്റി? ഇയാൾ ഇങ്ങനെ പിച്ചു പെയ്യും പറയാ, തല ഇങ്ങനെ ചൊറിയും. ഞാൻ ചോദിച്ചല്ലേ ഇപ്പൊ എന്താ പറ്റി? സാറേ ഇപ്പല്ലേ, ഇപ്പൊ പ്രേമുണ്ട്, പക്ഷെ 2 എണ്ണുണ്ട്. അപ്പൊ ഞാനും തുടങ്ങി തല ചൊറിയാൻ. 2 എണ്ണോ? എന്താ കഥ ചോനെ. 15 വയസ്സുള്ള ഒരു സുന്ദരി പെൺകുട്ടി, എത്ര പ്രേമ? 2 എണ്ണം.
ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ബാക്കി കാര്യങ്ങൾ അടക്കട്ടെ. എന്റെ ചോദ്യം പെൺകുട്ടികളോടാണ്. ആൺകുട്ടികൾ തൽക്കാലം ഉണ്ടാക്കൂലേ? നിങ്ങൾ വയസ്സന്മാരെ ചെരുപ്പൊക്കെ ഇട്ട് വയസ്സന്മാരെ പാൻറ്റൊക്കെ ഇട്ടിരിക്കേ. ഓക്കെ. അപ്പോ ഇനി ആൺകുട്ടികളോടുള്ള ചോദ്യം പിന്നെ ചോദിക്കാം. ഈ പെൺകുട്ടികളോടാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് റെഡിയുള്ളവർ ഒന്ന് കൈവക്കിയെ കാണട്ടെ. 1 only 1 2 3 ഫൈൻ. നീ ബാക്കിയുള്ള ആൾക്കാരെ ക്ഷമിച്ചേക്ക്. ഞാൻ നരേന്ദ്രമോദിയെ ഓർക്കാതെ പറഞ്ഞു പോയതാണ്. 21 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണത്തിന് തയ്യാറുള്ളവരൊന്ന് കൈവക്കി. നിങ്ങൾ കൈവക്കല്ലോ. ഓക്കെ, സോറി, ഞാൻ വായിച്ചു. 25 വയസ്സ് കഴിഞ്ഞാൽ കല്യാണത്തിന് തയ്യാറുള്ളവരൊന്ന് കൈവക്കി. 25 ഒരു വട്ടം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഫൈൻ. ബാക്കിയുള്ളവർക്ക് കല്യാണം കഴിക്കണ്ട. നിങ്ങളിപ്പോ കണ്ടില്ലേ? ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. അത് ആൺകുട്ടികൾക്കും പറയാം. ചോദിക്കട്ടെ, നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ ഇപ്പൊ പ്രേമം കൂടുതലാണോ കുറവാണോ? കല്യാണം കഴിക്കണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ പ്രേമിക്കുന്നത്? കല്യാണം വേണ്ടല്ലോ. 30 വയസ്സായിട്ട് കുട്ടി ഫ്രീ വെച്ച് കല്യാണമാണ്. പിന്നെ എന്തിനാ ഈ പ്രേമിക്കുന്നത്? നിങ്ങൾ പറയും, നിങ്ങളല്ലേ ന്യൂ ജെൻ, ഞാനല്ലല്ലോ. ഞാൻ നിറച്ചു തുടങ്ങി. കമോൺ, കല്യാണം കഴിക്കണ്ടായിരിക്കും, പിന്നെ എന്തിനാ പ്രേമിക്കുന്നത്? അത് പറയും. നിങ്ങൾ ഉത്തരം പറയൂ. അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ മുമ്പിൽ 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരിക്കുകയാണ്. എത്ര പ്രേമം? 2 എണ്ണം. അപ്പൊ ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു, അല്ല നമ്മളെ 2 എണ്ണം ഉണ്ടോ? അത് ഉണ്ടായി കിടക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനൊരു പഴയ തലമുറക്കാരനാ. നിങ്ങളെ തലമുറ അല്ലല്ലോ. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും പഴയ തലമുറക്കാരന്റെ നിലക്ക് ഒരു ചോദ്യം ആ കുട്ടീനോട് ചോദിച്ചു, മോളെ 2 എണ്ണം ഉണ്ടല്ലോ? ഉണ്ട്. ആരെ നീ കെട്ടുക? ഒന്നിനല്ലേ കെട്ടാച്ചുള്ളൂ, 2 കൂടി കെട്ടാച്ചുള്ളല്ലോ. ആരെ നീ കെട്ടുക? അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ആ പെണ്ണിനോട് ചോദിച്ചു, ആരെ നീ കെട്ടുക? അപ്പൊ ആ കുട്ടിനോട് ചോദിക്കുക, കെട്ട്? ആരെ കെട്ടുക? ഞാൻ ചില കല്യാണം കഴിക്കണ്ടേ? ആര്? ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേമിക്കൊന്നുമല്ല. അപ്പൊ ഞാൻ 2 കൈ കൊണ്ട് തലയുറയാൻ തുടങ്ങി. ഇതാകെ കൺഫ്യൂഷൻ ആയല്ലോ ഇത്. അപ്പോഴെനിക്ക് മനസ്സിലായതോളം വാപ്പക്ക് എങ്ങനെ പാൻ ഉണ്ടായത്. എനിക്കും തുടങ്ങി പാന്റെ കടി അല്ലേ? ആകെ കൺഫ്യൂഷൻ, ആകെ പ്രശ്നം. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, എങ്ങോട്ടാണ് നമ്മൾ പോണത്, എവിടെയാ നമ്മൾ എത്തി നിൽക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവിടെ മുതലാണ് നമ്മൾ ഇന്നത്തെ ക്യാമ്പ് തുടങ്ങേണ്ടത്. പുതിയ തലമുറയിലെ കുട്ടികൾ എന്തൊക്കെയാ നമ്മുടെ ചിന്താഗതികൾ, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ പോണം എന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം. നിങ്ങൾ റെഡിയല്ലേ? അപ്പോ പിന്നെ സാധാരണ ഈ കോയിനൊക്കെ അറക്കണ കണ്ടോ നിങ്ങള്? കോയിൻ അറക്കണതിന്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യും? ബിസ്മില്ലും. അതിന്റെ മുമ്പ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു വെള്ളം തരുന്നുണ്ട്. അപ്പൊ ഒരു വെള്ളം കുടിക്കാൻ നിർത്തട്ടെ, തുടങ്ങട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കൂളിലുണ്ട്, കോളേജിലുണ്ട്. റൈറ്റ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഉണ്ടോ? ഇതുപോലത്തെ പ്രേമവും ഒരുമിച്ച് പോവലും മേക്കപ്പും സ്റ്റൈലും വിന്റേജും ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിലൊന്നും നുണയില്ല, സത്യമാണ്. ഇനിയാണ് നമ്മൾ ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് ചില കാര്യം മനസ്സിലാക്കി എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ചുരുക്കിയേ പറയുള്ളൂ, അതിനുള്ള സമയമുള്ളൂ. ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് നിർത്തണം, നിസ്കാരം പള്ളിയിൽ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം വേറെ സെഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കിയേ പറയുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആദ്യങ്ങളോട് പറഞ്ഞല്ലോ, ഒഴുക്കിനെതിരെയാണ് നാം നീന്തേണ്ടത്. എല്ലാരും ഇങ്ങനെയാണ്. 2 പ്രേമവുമായിട്ട് വന്ന പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്തിനാ മോളെ 2 എണ്ണം? ആ കുട്ടിനോട് പറയാ, എല്ലാവർക്കും ഉണ്ട്, കിടക്കട്ടെ എനിക്കൊന്ന്.
അപ്പൊ ഞാൻ ചോദിച്ചു ഒന്ന് പോരെ? രണ്ടാളും ഒരുമിച്ച് വന്നപ്പോ പിന്നെ നിരാശരാക്കണ രണ്ടാൾക്കും ഞാൻ പെർമിഷൻ കൊടുത്ത. നമ്മൾ ആരോടാ പറയാ? ഈ കുട്ടി ഇതെല്ലാം പറയണത് എന്തൊരു ലാഘവത്തോടെ എന്നറിയോ നിങ്ങള്? എന്ത് കൂളായിട്ടാന്നറിയോ? ഒരു തെറ്റാണ് താൻ ചെയ്യുന്നത് എന്ന് ആ കുട്ടിക്കൊരു തരി പോലും ബോധമില്ല. വളരെ കൂളായിട്ട് കുട്ടി പറയാ, പ്രശ്നമല്ല. വീട്ടിൽ നിന്ന് ടൂറ് പോയി ഒരു ചെറുക്കൻ. അവൻ +2 കഴിഞ്ഞ 18 വയസ്സുകാരനാ. ടൂറ് പോയിട്ട് അവനെ പോലീസ് പിടിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചു. അവൻ പോലീസ് പിടിക്കുമ്പം അവൻ കള്ളു കുടിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ അവന് മയക്കുമരുന്ന് എന്തോ ഉപയോഗിക്കുന്നത് കണ്ട ആരോ, ഇപ്പൊ ഈ മയക്കുമരുന്നിനൊക്കെ വിളിച്ചു പറയാനുള്ള ഒരു നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഈ പോലീസുകാരൊക്കെ കൊടുത്ത നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ആരോ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തു. യോദ്ധാവ് എന്ന് പറയും, അത് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ യോദ്ധാവ് എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട് പോലീസിന്. ആ നമ്പറിലേക്ക് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി, അവരൊന്ന് പിടിച്ചോളൂ. അപ്പൊ ഒരു ചങ്ങാതി റെയിൽവേ സ്റ്റേഷനിൽ ഇവനിരുന്ന് എന്തോ സാധനം ഇങ്ങനെ ഉരുട്ടണമൊക്കെ കണ്ടപ്പോ ഈ ഒരു ചങ്ങാതി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്തു. സ്പോട്ടിൽ പോലീസ് വരും. ആ ലൊക്കേഷൻ കൃത്യമായി പോലീസിന് കിട്ടില്ല. പോലീസ് വരും. സ്റ്റേഷന്റെ അകത്ത് പോലീസ് വന്നു. കാരണം സ്റ്റേഷന്റെ അകത്ത് പോലീസ് വരാനില്ല, അവിടെ ആരുണ്ടാവും? റെയിൽവേ പോലീസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇൻഫർമേഷൻ വന്നു. അവർ ഇന്ന സ്ഥലത്തെത്തി. ഈ ചെറുക്കനെയും എന്റെ ഫ്രണ്ട്സിനെയും കൂടി പിടിച്ചു കോട്ടയം സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടുന്ന് വാപ്പാനെ വിളിച്ചു, ചെക്കന്റെ വാപ്പാനെ വിളിച്ച് വാപ്പ വന്ന് സ്റ്റേഷനിൽ ചെറുക്കനെ ഇറക്കി തിരിച്ചു വന്നു. എന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? കുട്ടി ആ ചെറുക്കനോട് പറയാ, മുടിയൊക്കെ ഇങ്ങനെ ഭും എന്നുള്ളൊരു ചെക്കൻ. അവൻ എന്നോട് പറയാണ്, അതെന്ത് ചെറിയൊരു കഞ്ചാവ് ഉപയോഗിച്ചതിനപ്പോ ഒലിവുണ്ടായത്. ഞാൻ ചെറിയൊരു കഞ്ചാവോ? പിന്നെ ആരെങ്കിലും 2 കിലോ കഞ്ചാവ് നേരി തിന്നുവോ? ഉണ്ടോ? മന്തിയൊക്കെ തിന്നേരി കഞ്ചാവ് തിന്നുവോ? ആ ചെറുക്കൻ ലാഘവത്തോടെ പറയാ, ഞാന് ചെറിയൊരു കഞ്ചാവ് ഉപയോഗിച്ചതിന് അപ്പൊ ഇതിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു തെറ്റിനെ തെറ്റല്ലാതെ കണ്ട് വളരെ ലാഘവത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പുതിയ തലമുറയിലാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികള് ഈ ഒഴുക്കിനെതിരെ നീന്തേണ്ടത്. ഞാന് ചെറിയൊരു കാര്യം പറഞ്ഞ് തുടങ്ങട്ടെ. ഈ കുറെ ചോദ്യങ്ങള്, പ്രേമിക്കുന്നത് തെറ്റാണോ? ചുണ്ട് ചോപ്പിച്ച എന്താ കുഴപ്പം? മുടി നീട്ടിയ അപ്പം പ്രശ്നം ഉണ്ടാവും. നിനക്കല്ലേ എന്താ പത്തിരി സിനിമ ഉണ്ട് വിചാരിച്ച്? പാട്ട് കേട്ട എന്താ കുഴപ്പം? ഇങ്ങനെയൊക്കെ ചോദിക്കും നമ്മള്. ആരോടൊക്കെ ചോദിക്കാൻ പറ്റും അവരോടൊക്കെ ചോദിക്കും, ഇല്ലേ? ഇനി എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയണോ? നിങ്ങൾ പറഞ്ഞോളൂല്ലേ? ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറയാനുള്ള ഒരു ചെറിയ വഴി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്റെ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉത്തരം പറയാം. നമുക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാനുള്ള ഒരു വഴി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ വളരെ സിമ്പിൾ ആവും. കാണിക്കട്ടെ. ആദ്യത്തെ എന്റെ ചോദ്യം, ഇസ്ലാം മുസ്ലിം, നിങ്ങൾ കാണണ്ടല്ലോ, ഇസ്ലാം മുസ്ലിം ഉണ്ടോ? കാണാത്തവരറിയുണ്ടോ? ഇസ്ലാം മുസ്ലിം 2 വാക്ക് നിങ്ങൾക്ക് കാണാം, ഇസ്ലാം ആൻഡ് മുസ്ലിം. ഇനി എന്റെ ചോദ്യം, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കൈപൊക്കി. ഇംഗ്ലീഷ് മീഡിയക്കാർ കൈതാത്തിയിട്ട് മലയാളം മീഡിയക്കാരൊന്ന് കൈപൊക്കിയേ. കുറച്ച് ആൾക്കാരേ ഉള്ളൂ അല്ലേ, ബാക്കിയൊക്കെ ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ, അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ഇസ്ലാം? ആരാ ആൻസർ ചെയ്യാ? ഒന്നാമത്തെ ചോദ്യം അതാണ്, വാട്ട് ഈസ് ഇസ്ലാം. ഈ രണ്ടാമത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്, ഹു ഈസ് എ മുസ്ലിം. ഇപ്പൊ 2 ചോദ്യം, വാട്ട് ഈസ് ഇസ്ലാം, ഹു ഈസ് എ മുസ്ലിം, 2 ചോദ്യം. ഇനി നിങ്ങളെ ഉത്തരം പറയേണ്ടത് ആരാണ് മുസ്ലിം, എന്താണ് ഇസ്ലാം? നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞു നോക്കി. അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ആരാ പറയാ? വാട്ട് ഈസ് ഇസ്ലാം. എന്നാ ഞങ്ങൾക്ക് അറിയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ മുസ്ലിം ആണോ അല്ലേ? ഉറപ്പാ? ചില ആൾക്കാർക്ക് സംശയം ഉണ്ടല്ലോ. മുസ്ലിം തന്നെയാ? നിങ്ങൾ പറയുക എന്താ ഈ ഇസ്ലാം? ആരാണ് മുസ്ലിം? ഇത് പറഞ്ഞാൽ ഞാൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു.
വരട്ടെ കിട്ട്. എന്താ ഇസ്ലാം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇസ്ലാം? പറഞ്ഞോളൂ, ഉത്തരം തെറ്റിക്കോട്ടെ, ഞാൻ ശരിയാക്കും. മീനിങ് ഓഫ് കമോൺ ഇസ്ലാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇസ്ലാം? ഞാൻ ചോദിക്കുന്നത്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ വേർഡ് മീനിങ്. ഇസ്ലാം അറബിയിൽ ഇസ്ലാം എന്ന വാക്കിന്റെ ഇംഗ്ലീഷിൽ അർത്ഥം എന്താണ്? നോ, യു ആർ റോങ്. കം ഓൺ, നെക്സ്റ്റ്. വരട്ടെ. ഇതറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. പോട്ടെ, ഞാൻ വിട്ട് ചോദ്യം. ഇത് പള്ളിപ്പറമ്പൊക്കെ സലാം പറഞ്ഞു തരുന്നുണ്ട്, ഉത്തരമില്ല. ഹു ഈസ് എ മുസ്ലിം? നമ്മള് ഞാൻ അങ്ങനെ ഉത്തരം. ഹു ഈസ് എ മുസ്ലിം ആക്ച്വലി? Come on, that is right. Follower of, come on, you are right. Islam, no doubt. A person who follows Islam is known as Muslim. Am I right? Right? അത് ക്ലിയർ അല്ലേ? അല്ലേ? ഇപ്പൊ ഞാൻ മുസ്ലിം ആണെങ്കിൽ ആരാ? ഞാൻ ആരാ? ഞാൻ ഇസ്ലാം ഫോളോ ചെയ്യണം. നിങ്ങൾ മുസ്ലിങ്ങളാണോ? എന്തെങ്കിലും ഒരു ഉറപ്പില്ലാത്ത പഠിച്ചോനെ. നിങ്ങൾ മുസ്ലിങ്ങളാണോ? ഹൂ ഈസ് എ മുസ്ലിം? വാട്ട് ഈസ് ഇസ്ലാം? മതം അല്ലേ? ശരി, ഞാൻ ഉത്തരത്തിലേക്ക് വരാം. ഒറ്റ വാക്കാ ഉത്തരം. ഇസ്ലാം ഈസ് ഈക്വൽ ടു, ഇസ്ലാം മീൻസ് സബ്മിഷൻ ടു അല്ലാഹ്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഇസ്ലാം. വാട്ട് ഈസ് ദ മീനിങ്? Submission to, what do you mean by the submission? Submitting everything, that is not a submission. Submitting everything to Allah. അതിന്റെ മലയാളം ഞാൻ അവിടെ എഴുതിയത് കീഴൊതുങ്ങുക. കീഴൊതുങ്ങിയവൾ, കീഴൊതുങ്ങിയവൻ, അനുസരണയുള്ളവൾ, അനുസരണയുള്ളവൻ. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ ആലോചിക്കുക? സബ്മിഷൻ ടു അല്ലാഹ്. പടച്ചോനെ എല്ലാം സമർപ്പിക്കുകയാണ്. അപ്പോ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് തീരുമാനിക്കേണ്ടത് ആരാണ്? ഞാനെല്ലാം അള്ളാഹ്ക്ക് സബ്മിറ്റ് ചെയ്തു. എന്റെ പേഴ്സ്പെക്റ്റീവ് തീരുമാനിക്കാരാണ്? ആരാണ്? എന്റെ ഡ്രസ് തീരുമാനിക്കാരാണ്? എന്റെ നിയമങ്ങൾ തീരുമാനിക്കാരാണ്? അതുകൊണ്ടാണ് ഏക സിവിൽ കോഡിനെ മുസ്ലിങ്ങൾ എതിർക്കുന്നത്. മുസ്ലിങ്ങളുടെ നിയമങ്ങളെല്ലാം തീരുമാനിച്ചത് ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ച് എഴുതിണ്ടാക്കിയല്ല, അള്ളാഹ് തീരുമാനിച്ച് റസൂലിലൂടെ തന്നതാണ്. ഒരു പുരുഷൻ മരിച്ചാൽ സ്വത്ത് ഇങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെ, കല്യാണം ഇങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെ, ഡിവോഴ്സ് ഇങ്ങനെ എങ്ങനെ എങ്ങനെ, എവറിത്തിങ് ഈസ് ഡിസൈഡഡ് ബൈ ഹു? നമുക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റുമോ? നമുക്ക് സർക്കാരിനനുസരിച്ച് മാറ്റാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഏക സിവിൽ കോഡ് മുസ്ലിം എതിർക്കുന്നത്. ഇനി ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ പറയേണ്ടത്, നമ്മുടെ നിയമങ്ങൾ തീരുമാനിച്ചതും, നമ്മുടെ ഡ്രസ് തീരുമാനിച്ചതും, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് തീരുമാനിച്ചതും, നമ്മൾ എങ്ങനെ മറ്റൊരാളുമായി ബന്ധപ്പെടണം എന്ന് തീരുമാനിച്ചതും ഒക്കെ ആരാണ്? കമോൺ, ആരാണ്? അല്ലാഹ്. എല്ലാത്തിനും ഉത്തരായി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദ മീനിങ് ഓഫ് ഇസ്ലാം ഈസ് സബ്മിഷൻ ടു അല്ലാഹ്. അപ്പൊ നമ്മളാരാ? ഫോളോവർ ഓഫ് ഇസ്ലാം. So we are following a religion. The religion is known as Islam. And Islam is submission. We are submitting everything to Allah. Everything. Inna salati wa nusuki wa mahyaya wa mamati lillahi rabbil alamin. Everything പടച്ചോനെ submitting. നമ്മൾ ഓരോ നിസ്കാരത്തിലും ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. ഈ നിസ്കാരവും എല്ലാം everything. I am submitting everything to Allah. Everything. ഇപ്പൊ ക്ലിയർ ആയി അയോ? ഈ ഇസ്ലാമിൽ 2 ലിസ്റ്റ് ഉണ്ട്. എന്താ ഉള്ളത്? സിമ്പിൾ, സോ സിമ്പിൾ. യു ക്യാൻ ഗെറ്റ് ആൻസർ ടു എവറി ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് ചോദ്യം എന്നോട് ചോദിച്ചോ, ഞാൻ ആൻസർ ചെയ്യും.
ഓരോ ഇസ്ലാമിക പണ്ഡിതന്മാരും ആളുകളും ഏത് ക്യാമ്പിൽ നോക്കാൻ നിങ്ങൾ കസേരട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറയും, യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, കമോൺ, ധൈര്യത്തിൽ പറയും. ആ ചോദിക്കുന്ന ആള് പടച്ചോനെ അറിയാത്ത എന്തെങ്കിലും ചോദിക്കുമെന്ന് ചോദിക്കില്ല, എല്ലാറ്റിനും ഉത്തരണ്ട്. അവരെന്ത് വെച്ചിട്ടാ ഉത്തരം പറയാ? ഇസ്ലാം. അപ്പൊ ഇസ്ലാമിൽ എത്ര ലിസ്റ്റ്? ഞാൻ പറയൂ, എത്ര ലിസ്റ്റ് ഉണ്ട്? വരട്ടെ, 2 ലിസ്റ്റ് അല്ലേ? ഒന്നാമത്തെ ലിസ്റ്റിന്റെ പേര് 2 lists. The first list is known as green list. ഒന്നാമത്തെ ലിസ്റ്റിന്റെ പേരെന്താ? ഞാൻ പറഞ്ഞേ, ഏതാ? ഗ്രീൻ ലിസ്റ്റ്. അപ്പൊ രണ്ടാമത്തെ ലിസ്റ്റ് ഏതായിരിക്കും? റെഡ് ലിസ്റ്റ്. So 2 lists are there. The first list is known as the green list, and green list in the പേര്, that is the first one. That list includes do's. That list includes do's, or otherwise the list is known as halal. So there is a list in Islam. That list is known as the halal list. That is green. You can do what Allah allowed. You can only do what Allah allowed. That is known as do's. You got that answer? കിട്ടിയോ? എത്ര ലിസ്റ്റിൽ അറിയോ? What Allah allowed, 1, 2, 3, 4. ആ ലിസ്റ്റ് അങ്ങനെ പോകുന്നു. അപ്പൊ ഇസ്ലാമില് ഒരു കാര്യം തെറ്റാണോ ശരിയാണോ നോക്കാൻ ഒറ്റ പണിയുള്ളൂ. ഏതിലേക്ക് നോക്കിയാൽ മതി? ലിസ്റ്റിലേക്ക്. ഏത് ലിസ്റ്റിലാ? The second list is known as, it is a red list. Actually the red list is the second one, and red list includes what Allah not allowed, don'ts, do's, don'ts, and this list is known as haram. Simple. What Allah not allowed. Hi, Islam is so simple. There is a list, 2 lists, green and red. See, the second list is the most important one. Allah not allowed. Then now you can ask questions. ചുണ്ട് ചോപ്പിക്കാൻ പറ്റുമോ? I will answer. എവിടെയാ ഞാൻ നോക്കുക? ചുണ്ട് ചോപ്പിക്കുന്ന, കണ്ണ് വാലിട്ടെഴുതുന്ന, മുഖം മിനുക്കുന്ന ഈ സിനിമാ നടിമാരൊക്കെ മുഖത്തൊരു ക്രീം പുരട്ടും. അപ്പൊ മുഖം ഇങ്ങനെ ഗ്ലോ ഉണ്ടാവും, ഇങ്ങനെ തിളങ്ങും. അവരിങ്ങനെ ലൈറ്റിലൊക്കെ പോയി നിന്ന് ഈ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ മുഖം ഇങ്ങനെ തിളങ്ങും, അവരെ മുടി ഇങ്ങനെ തിളങ്ങും. എല്ലാം മേക്കപ്പാ. മുഖം മിനുക്കുന്ന, ചുണ്ട് ചുവപ്പിക്കുന്ന, കണ്ണെഴുതുന്ന, തന്റെ ശരീരം മറ്റൊരാൾക്ക് ആകർഷിക്കുന്ന രൂപത്തിൽ ഒരുക്കി വെക്കുന്ന പെണ്ണിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരെന്താ? പ്രോസ്റ്റിറ്റ്യൂട്ട്, വേശ്യ. വെരി ഇമ്പോർട്ടന്റ് അല്ലേ? നമ്മൾ ചോദിക്കാം, എന്താ ചുണ്ടുപിച്ച? അവൾ ഉത്തരം പറയും, ലിസ്റ്റ് റെഡാണ്. എന്താ പ്രേമിച്ച? വേറെ പ്രേമിച്ച കുഴപ്പമൊന്നുമില്ല. പ്രേമിക്കുന്ന എന്താ കുഴപ്പം? പ്രേമിച്ച് കിട്ടുന്നതിന് എന്താ കുഴപ്പം? കെട്ടാതെ ജീവിക്കുന്നതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ എവിടെയാ കുഴപ്പമുള്ളത്? ഇഫ് യു ആർ എ മുസ്ലിം, യു ഷുഡ് വാണ്ട് ടു അലോ Allah. I mean, accept Allah's laws. അറിയുള്ളൂ പ്രശ്നം. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ചുണ്ടുപിക്കണോ? ആൺകുട്ടിയൊക്കെ പ്രേമിക്കണോ? കഞ്ചാവ് അടിക്കണോ? കള്ളുടിക്കണോ? 750 കോടിന്റെ കള്ള ഈ ഓണത്തിന് കുടിച്ചു തീർത്ത് കേരളക്കാർ. 750 കോടി കള്ള്, ഉറുപ്പ്യന്റെ കള്ള്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ, 250 കോടി കൂടി ഉണ്ടെങ്കിൽ 1000 കോടിയായി. ഇതൊക്കെ സർക്കാർ കൊടുത്തിട്ട് കുടിച്ചതല്ലേ? അല്ലേ? 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 സിഗരറ്റ് വലിച്ചോ? കഞ്ചാവ് അടിച്ചോ? എന്താ കുഴപ്പം? നിങ്ങൾ മുസ്ലിമാണോ എങ്കിൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. നിങ്ങൾ മുസ്ലിമാണെന്ന് പറയുകയും റെഡ് ലിസ്റ്റിലേക്ക് പോവുകയും ചെയ്യുമ്പോ ഇഷ്യൂ ആണ്. മുസ്ലിമാണോ? ഗ്രീൻ ലിസ്റ്റ് അലൗഡ് ഉള്ളൂ, റെഡ് ലിസ്റ്റ് അലൗഡ് അല്ല. ഇനി ഓരോ ആൻസർ ഇങ്ങനെ നോക്കി നോക്കൂ. മേക്കപ്പ് ഇൻ ഇസ്ലാം, ഇറ്റ് ഈസ് ഇൻ റെഡ് ലിസ്റ്റ്, സോ ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാണ്, മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയും പറ്റും. എന്താ കുഴപ്പം? മുസ്ലിമാണോ? യെസ്, എങ്കിൽ പറ്റും. പ്രേമിക്കാമോ? പിന്നെ
ഈ നാട്ടിലിറങ്ങുന്ന മുഴുവൻ സിനിമയുടെയും കഥ എന്തുമായി ബന്ധപ്പെട്ടതാ? എന്ത്? നാട്ടിലെ സിനിമ മുഴുവൻ എന്തുമായി ബന്ധപ്പെട്ടതാ? പ്രേമം. കൊറിയൻ സീരീസ് എന്തിനെ കുറിച്ചുള്ളത്? റൊമാൻസ് ആണ് അല്ലേ? അപ്പൊ നിങ്ങക്ക് ഇതൊക്കെ വേണോ? കുഴപ്പമില്ല, നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്തേക്കാണ് പോകണം. ഇത് 5 നേരം നിസ്കരിക്കുക. ഒരു പെൺകുട്ടി എന്നോട് പറയാണ്, പിന്നെ ഞാൻ പ്രേമിക്കുന്നുണ്ട്, ഇപ്പൊ സമ്മതിക്കൂല അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ശരി, പക്ഷേ എന്താ പക്ഷേ? ഞാൻ തേച്ചു നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് എന്ത്? ഞാൻ കുറച്ച് ചിരിച്ചു. അപ്പൊ ആ കുട്ടിക്ക് ഞങ്ങൾ എന്താ ചിരിക്കുന്നത്? അപ്പൊ ഞാൻ ആ കുട്ടിയോട് എന്റെ അയലക്കത്തെ ഒരു പെണ്ണുണ്ട്, നല്ല ഭംഗിയുള്ള പെണ്ണാ. ഞാൻ തേജു നിസ്കരിച്ചാണ്ട് എന്നും രാവിലെ സുബൈന്റെ മുമ്പ് പഠിച്ചോനെ അയലക്കത്തെ പെണ്ണിന് എനിക്ക് എനിക്ക് കിട്ടുമോ? ഓള് ചോദിച്ചേ, നിങ്ങളെന്താ അയലക്കത്തെ പെണ്ണിന് നിങ്ങൾക്ക്? എനിക്കെന്തിനാ അയലക്കത്തെ ചെക്കനെ? അവക്ക് പറ്റും, എനിക്ക് പറ്റൂല. എന്നാ പറ്റുവോ? എടാ, പടച്ചോൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് അള്ള അലൗഡ് ആക്കിയ സാധനം പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ.